പിറക്കുന്നതിന് മുമ്പും പിറന്നു വീണപ്പോഴും വ്യത്യസ്തനാണ് ഇവൻ. ഇവന്റെ സമപ്രായക്കാരെല്ലാം ആശുപത്രിയുടെ 4 ചുവരുകൾക്കുള്ളിൽ നിന്നാണ് ഈ ലോകത്തെ ആദ്യം കണ്ടതെങ്കിൽ ഇവന്റെ കാര്യം അങ്ങനെയല്ല. പ്രകൃതിയുടെ ലാളനെ ഏറ്റുവാങ്ങി പ്രകൃതി ചികിത്സയിലൂടെയാണ് ഈ കുഞ്ഞിന്റെ ജനനം. മണ്ണഞ്ചേരി പൊന്നാട് ഖുർആൻ കോളേജ് അധ്യാപകൻ മുഹമ്മദ് യൂനിസ് മുസ്ലിയാരുടെ ഭാര്യയാണ് ബിസ്മി. ബിസ്മിയുടെ ആദ്യ പ്രസവമാണ് പ്രകൃതി ചികിത്സ വഴി നടന്നത്. സഹോദരിമാരുടെ പ്രസവം സിസേറിയനായതിന്റെ ഭയത്തിൽ മുസ്ലിയാർ സ്വന്തം ഭാര്യയുടെ പ്രസവം സുഖകരമാക്കാനുള്ള വഴികൾ തേടി. അങ്ങനെ പ്രകൃതി ജീവന പ്രചാരകനായ ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരിയുടെ ക്ലാസ്സിൽ പങ്കെടുത്തു. പിന്നീട് പ്രകൃതി കൃഷിയുടെ പ്രചാരകനായ KM ഹിലാലിന്റെ സഹായം ലഭിച്ചു. നമ്മുടെ വിഷയം വന്നപ്പം പടച്ചോൻ നമുക്കതിനൊരു മാർഗം കാണിച്ചു തന്നു. അങ്ങനെ നമ്മൾ ജേക്കബ് നമ്മുടെ അടുത്ത് പഠിക്കുന്ന ഒരു കുട്ടിയുടെ പിതാവ് സുധീർ ആര്യാടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പ്രകൃതി ജീവനമാണ്. അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി നമ്മൾ ജേക്കബ് സാറുമായിട്ട് കണ്ടുമുട്ടുകയും അങ്ങനെ അദ്ദേഹത്തോട് വിവരങ്ങൾ പറയും. അപ്പോൾ അദ്ദേഹം ഭക്ഷണം ക്രമീകരിക്കാൻ പറഞ്ഞു. ഗർഭം ധരിച്ച ആദ്യ മാസം ബിസ്മിക്ക് നിർത്താതെയുള്ള ഛർദി ഉണ്ടായി. ആശുപത്രിയിൽ പോയി. ഡോക്ടർമാർ ഗുളിക നൽകി. അതോടെ മയക്കമായി. മയക്കമുണർന്നപ്പോൾ വീണ്ടും ഛർദി. ഇതോടെയാണ് ഇവർ പ്രകൃതി ജീവന ചികിത്സയിലേക്ക് വഴിമാറിയത്. ഛർദിയിലുണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണം ക്രമീകരിച്ച് തേൻ കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഛർദിൽ നിൽക്കുകയും പിന്നീട് ഞങ്ങൾ അവർ പറഞ്ഞ അനുസരിച്ച് ഭക്ഷണം കഴിക്കുകയും വളരെ സന്തോഷകരമായ രീതിക്ക് നല്ല സുഖകരമായ രീതിക്കുള്ള പ്രസവമായിരുന്നു. ഒരു കീറലോ ഒരു തുന്നലോ ഒന്നും ആവശ്യമുണ്ടായില്ല. അത് ശരിക്കും സുഖകരമായി പടച്ച തമ്പുരാൻ നിറവേറ്റി തന്നിട്ടുണ്ട്. ഗർഭകാലത്ത് വിഷമുക്ത പച്ചക്കറികളും പഴങ്ങളും മിതമായി കഴിച്ചു. പേരിന് അല്പം മാത്രം ചോറും. 7-ാം മാസം മുതൽ വേവിച്ചതൊന്നും കഴിച്ചില്ല. കരിക്കും വെള്ളവും പഴങ്ങളും പച്ചയ്ക്ക് തിന്നാവുന്ന പച്ചക്കറികളും മാത്രമായിരുന്നു ഭക്ഷണം. തിങ്കളാഴ്ച 4 മണിയോടെ പ്രസവവേദന ആരംഭിച്ചു. 8:15 ഇവൻ സുഖമായി അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തെത്തി. സമീപത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരെത്തി കുട്ടിയെയും ഉമ്മയെയും പരിശോധിച്ചു. കുഞ്ഞിന് 2 കിലോ 800 ഗ്രാം ഭാരം. ഉമ്മയുടെയും ആരോഗ്യസ്ഥിതി ഭദ്രം. ഇതോടെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ആശംസകൾ നേർന്ന് പടിയിറങ്ങി. കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.